എന്തോന്നു ചൊല്ലുവതു പാർത്തു കണ്ടോളമുള്ളിൽ സന്താപം മേൽക്കുമേലേ സന്തതം വളരുന്നു. ചെന്തിയിൽ ചാടുകയോ കാഗോളം കുടിക്കയോ എന്തോന്നു ചെയ്ക നല്ലു ശോകത്തെയടക്കുവാൻ. ഇത്തരം പറഞ്ഞു കേഴുന്ന ലക്ഷ്മണൻ തന്നോടുൾത്താപമോടു ഭൂമിപുത്രിയുമുര ചെയ്താൾ. വല്ലഭൻ നിയോഗിച്ച കർമ്മം നീ എന്നോടിപ്പോൾ വല്ലതും പറഞ്ഞാലുമേതുമേ ശങ്കിക്കേണ്ട. വല്ലായ്മ നിനക്കേതുമുണ്ടാകയില്ല എന്നാൽ ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. ചൊല്ലുവാൻ തോന്നാത്തവ മുമ്പിൽ നിന്നെനിക്കിപ്പോൾ ചൊല്ലാമെങ്കിലും തവ വല്ലഭൻ നിയോഗത്തെ ചൊല്ലുന്നു. പുരവാസി ജനങ്ങളെല്ലാം തമ്മിൽ വല്ലായ്മയത്രേ സീതാദേവിയെ കൈക്കൊണ്ടതും. രാവണൻ കൊണ്ടുപോയി ലങ്കയിൽ വച്ചുകൊണ്ട ദേവിയെ പരിഗ്രഹിച്ചിടുവാൻ ന്യായമില്ല എന്നുള്ളൊരപവാദം നിറഞ്ഞു പുരത്തിങ്കൽ. മന്നവനതുമൂലമെന്നോടു നിയോഗിച്ചാൻ കാനനത്തിങ്കൽ മുനിശ്രേഷ്ഠന്മാരാശ്രമത്തിൽ. കാനനത്തിങ്കൽ മുനിശ്രേഷ്ഠന്മാരാശ്രമത്തിൽ ജാനകി തന്നെക്കൊണ്ടയാക്കി നീ പോന്നിടുക. ഭർത്താവിനോടും പിന്നെ മറ്റുള്ള ഞങ്ങളോടുമുൾത്താരിലേതും കോപം കൂടാതെ വസിച്ചാലും നിന്തിരുവടി ശപിച്ചിടുകിൽ ദഹിച്ചു പോമന്തരമേതുമില്ല ലോകങ്ങൾ 14. ഇത്ര പാതിവൃത്യത്തിൻ നിഷ്ഠയുള്ളങ്കനമാരി ത്രിഭുവനത്തിങ്കലില്ല മറ്റാരുമോർത്താൽ. വഹ്നിദേവനും മഹാദേവനും വിരിഞ്ചനുമന്യന്മാരായ ദേവേന്ദ്രാദിയാം ദേവന്മാരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.